സഖാക്കളെ മുട്ടിട്ട് നടക്കാൻ പറ്റാത്ത പല വഴികളിലും ഇന്ന് കോൺഗ്രസിന്റെ യൂത്തുകളുടെ തേരോട്ടമാണ്. അതിന് കാരണം കോൺഗ്രസിന്റെ കരുത്തുറ്റ യുവനിരയിലെ പെൺപുലിയാണ്. KSUവിന്റെ കരുത്തുറ്റ നേതാവാണ്. ഇന്നലെ സത്യപ്രതിജ്ഞാ ദിനത്തിൽ CPMന്റെ സ്ഥാനാർത്ഥികൾ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് വീട്ടിലിരിക്കേണ്ടി വന്നപ്പോൾ അവിടെ ആവേശം നിറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു ഓരോ UDF നേതാവും. പറഞ്ഞു വരുന്നത്, തോൽപ്പിക്കാൻ CPM പഠിച്ച പണി 18 നോക്കിയിട്ടും മിവാ ജോളി എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് പുഷ്പം പോലെ ജയിച്ചു കയറി. ഇക്കഴിഞ്ഞ ദിവസം നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലും താരമായി മാറിയതും മിവാ ജോളി തന്നെ. തന്നെ തോൽപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങി നടന്ന CPMകാരുടെ മുന്നിലൂടെ കൂളായി പോയി ആ മിടുക്കി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരവും ഏറ്റു. കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടെയാണ് മിവാ ജോളിയെ വേദിയിലേക്ക് വരവേറ്റതും. കൊച്ചി വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ എടത്തല ഡിവിഷനിൽ നിന്നാണ് മികച്ച ഭൂരിപക്ഷത്തോടെ മിവാ ജോളി വിജയിച്ചു കയറിയതും. LDFന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന ഇവിടെ യുവത്വത്തിന്റെ പോരാട്ട വീര്യവുമായാണ് മിവ മത്സര രംഗത്തിറങ്ങിയത്. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ മിവ വിദ്യാർത്ഥി സമരങ്ങളുടെ സജീവ സാന്നിധ്യമായാണ് കേരളീയ പൊതുസമൂഹത്തിന് പരിചയമായത്. ഇടതുപക്ഷ ചിന്താഗതിയുള്ള കുടുംബത്തിൽ ജനിച്ചിട്ടും വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് മിവ എത്തിയത് വലിയ കൗതുകമുണ്ടാക്കിയ ഒന്നുകൂടിയായിരുന്നു. കളമശ്ശേരി പോളിടെക്നിക്കിൽ വിരലിൽ എണ്ണാവുന്ന KSU പ്രവർത്തകരിൽ ഒരാളായിരുന്നു മിവാ ജോളി. അവിടെ നിന്നാണ് പ്രസ്ഥാനത്തിന്റെ ജില്ലാ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വളർന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി കാണിച്ചും DGP ഓഫീസ് മാർച്ചിൽ പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായതും വലിയ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. പോലീസുകാർ കോളറിൽ പിടിച്ചു വലിച്ചുയർത്തിയ മിവയുടെ ചിത്രം അന്ന് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമാവുകയും ചെയ്തതാണ്. കോൺഗ്രസിന്റെ നേതൃത്വ നിരയിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ മിവാ ജോളിയെ പോലുള്ള യുവ നേതാക്കളെ പാർട്ടി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വിട്ടത്. രാഹുൽ ഗാന്ധിയെ തന്റെ റോൾ മോഡലായി കാണുന്ന മിവ ഭാരത് ജോഡോ യാത്രക്കിടയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. രാഷ്ട്രീയത്തെ ഒരു തൊഴിലായിട്ടല്ല, മറിച്ച് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു അവസരമായാണ് മിവ കണ്ടത്. വാഗ്ദാനങ്ങളെക്കാൾ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഈ യുവ നേതാവ് ഇടത്തലയുടെ വികസനത്തിനായി പുതിയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചാണ് വിജയിച്ചു കയറിയതും. വിജയിച്ചതിന് പിന്നാലെ വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള മിവ നടത്തിയ വാഹന പര്യടനത്തിന്റെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാവുകയാണ്. എടത്തല ഡിവിഷനിലെ ജനങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന്റെ വീഡിയോ മിവ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാം മിവാ ജോളിയുടെ സ്വീകാര്യത. എന്തായാലും മിവയുടെ സത്യപ്രതിജ്ഞാ വീഡിയോയും ചില ദൃശ്യങ്ങളുമുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട മിവാ ജോളി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു.